കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്നേഹത്തോടെ ഈ നിമിഷങ്ങൾ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും നമ്മളിൽ നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ശാന്തമായി ഇരിക്കുകയോ നിൽക്കുകയോ മുട്ടുകുത്തി നിൽക്കുകയോ ഒക്കെ ചെയ്യാം. ഈ നിമിഷങ്ങളിലൊക്കെ ഈ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയം കൊണ്ട് അനുഭവിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൻ്റെ ഹൃദയം നമുക്കായി മുറിച്ചു തന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പിന്റെ മോചന ദ്രവ്യമായി തീർന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ഹൃദയം കൊണ്ട് ഈശോയെ എന്ന് വിളിക്കേ. തോമാസ് ലീഹ വിളിച്ചതുപോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് വിളിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഭാരപ്പെടുന്ന മക്കളുണ്ടാകാം, പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പസ്തോലന്മാർ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ഈശോയോട് പറ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവാണല്ലോ പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ സഹായിക്കുന്നത്. വിശ്വാസമില്ലാത്ത അവസ്ഥയാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഈ ദിവ്യകാരുണ്യത്തിൽ നിനക്ക് വേണ്ടി തുടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹഹൃദയം ഇയാൾ ധാരയിലുണ്ടെന്ന് മോനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ? അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. നിന്റെ സാന്നിധ്യം അംഗീകരിക്കാനും ഏറ്റുപറയാനും തക്ക വിധത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം എല്ലാ മക്കളും കരങ്ങളും ആറോടൊന്ന് ചേർത്ത് പിടിച്ച് ക്ഷമിക്കുവാനാകാത്ത ഏതെങ്കിലും നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉള്ളുകൊണ്ടൊന്ന് ആലോചിച്ചേ. ആരോടെങ്കിലും മക്കളെ നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ ഉടമയുണ്ടല്ലോ, പിശാചിന് അവന്റെ മേൽ അധികാരമുണ്ടെന്നാണ് വചനം പറയുന്നത്. യഥാർത്ഥത്തിൽ വെറുപ്പ് പിശാചിന്റെ വലിയ സ്വാധീനം തന്നെയാണ്. ആരോടെങ്കിലും നിങ്ങൾക്ക് ഇനി ക്ഷമിക്കാനുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ന്യായീകരണങ്ങൾ ഉണ്ടാകാം, ക്ഷമിക്കാതിരിക്കാൻ പല ന്യായീകരണങ്ങൾ ഉണ്ടാകാം, അത് സത്യവുമാകാം. ശിശു എന്നാ പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞത്, അവരെ സ്നേഹിക്കാനല്ലേ ഈശോ പറഞ്ഞത്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നാണോ ഈശോ പറഞ്ഞല്ലോ? അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ്. ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ മക്കള് ഉള്ളുകൊണ്ടൊന്ന് ക്ഷമിച്ചേ, ഹൃദയം കൊണ്ട് ക്ഷമിച്ച്. എന്നിട്ട് പറ, പറ്റണില്ലെങ്കിൽ ഈശോയോട് പറ, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. ക്ഷമിക്കാത്ത വ്യക്തി ഒരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല, അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ സ്നേഹത്തിന്റെ നേരെ വിപരീതമായ മനോഭാവമാണ്. മക്കളെ, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം, മരണത്തിന് മുമ്പെങ്കിലും നമ്മൾ ക്ഷമിച്ചിട്ടേ പോകാവൂ. പ്രഭാഷകനിലൂടെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നിന്റെ മരണത്തെ ഓർത്തെങ്കിലും ക്ഷമിക്കാൻ പറയുന്നില്ലേ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? നിന്റെ അപ്പനോട് ക്ഷമിക്കാനുണ്ടോ? നിന്റെ അമ്മയോട് ക്ഷമിക്കാനുണ്ടോ? നിന്റെ സഹോദരങ്ങളോടാണോ ക്ഷമിക്കാനുള്ളത്? നിന്റെ അയൽവാസികളോടാണോ നിനക്ക് ക്ഷമിക്കാനുള്ളത്? നിന്റെ വികാരിയച്ഛനോടാണോ നിനക്ക് ക്ഷമിക്കാനുള്ളത്? നിനക്കെതിരെ കേസ് കൊടുത്തവരോടാണോ നിനക്ക് ക്ഷമിക്കാനുള്ളത്? നിന്നെ കാരണമായി പീഡിപ്പിച്ചവരോടാണോ നിനക്ക് ക്ഷമിക്കാനുള്ളത്? നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടന്നവരോടാണോ നിനക്ക് ക്ഷമിക്കാനുള്ളത്? നിന്നെ വല്ലാതെ കണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നവരോടാണോ നിനക്ക് ക്ഷമിക്കാനുള്ളത്? അങ്ങനെ ആരോടാണ് മോനെ നിനക്ക് ക്ഷമിക്കാനുള്ളത്? ഓർത്തെടുത്തേ. ഈ നിമിഷങ്ങളിൽ ഒന്ന് ഓർത്തെടുത്തേ. ഒരു കരുത്തെടുക്ക്. ക്ഷമിക്കാൻ ഒരു കരുത്തെടുക്ക്. ക്ഷമിക്കാൻ നമുക്ക് കരുത്ത് വേണം.
പരിശുദ്ധാത്മാവാണ് ക്ഷമിക്കാനുള്ള കരുത്ത് തരുന്നത്. ഓ ദൈവമേ, അവരൻ അർഹതപ്പെടാത്തത് പോലും കൊടുക്കുന്നതല്ലേ ക്ഷമ. അവരന് അർഹതപ്പെടാത്ത സ്നേഹമല്ലേ ക്ഷമിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കർത്താവിന്റെ സ്വഭാവമല്ലേ നമ്മൾ സ്വന്തമാക്കുന്നത്, കർത്താവിന്റെ മുഖമല്ലേ നമ്മൾ സ്വന്തമാക്കുന്നത് ക്ഷമിക്കുമ്പോ. ഈശോയെ, മനസ്സിനേറ്റ പല മുറിവുകളുണ്ട്, പല വേദനകളുണ്ട്, ഇന്നും മായാതെ മറയാതെ ഞങ്ങളുടെ ചങ്കി കിടപ്പുണ്ട്. അതുപോലുള്ള ചില ഭാരത്തിന്റെ നിമിഷങ്ങൾ, കുടുംബാംഗങ്ങളാൽ തന്നെ വേദനിപ്പിക്കപ്പെട്ട ഓർമ്മകളുണ്ട്. മറ്റു പലരിലാലും സങ്കടങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ജീവിതത്തിന്റെ നിമിഷങ്ങളുണ്ട്. കർത്താവേ, ആ സംഭവങ്ങളോടും ആ സാഹചര്യങ്ങളോടും ആ വ്യക്തികളോടും ഇന്നുവരെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. പുറമെ ക്ഷമിച്ചു എന്നൊക്കെ പറയുമ്പോ, പല കുമ്പസാരത്തിൽ ക്ഷമിച്ചു എന്ന് ഏറ്റു പറഞ്ഞപ്പോഴും കർത്താവേ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് ക്ഷമിച്ചിട്ടില്ലെന്ന്. ഇന്നും അവരെ കാണുമ്പോ ഞങ്ങൾ പുറംതിരിഞ്ഞാ പോകുന്നത്. ഇന്നും അവരോട് സംസാരിക്കാൻ പറ്റണില്ല, തോന്നണില്ല. കർത്താവേ, ക്ഷമിക്കുവാനുള്ള കൃപ തരാൻ പറഞ്ഞ മക്കളെ, ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ച്, ക്ഷമിക്കുവാനാകാത്ത എല്ലാ നിമിഷങ്ങളും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കട്ടെ. ആഗ്രഹത്തോട് ഒരിക്കൽ കൂടി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവേ, ഇതാ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ മക്കളുടെയും മുഖം ഇതാ ഓർമ്മയായി നിന്റെ സന്നിധിയിലേക്ക് എടുത്തു വെക്കുന്നു. അവരോടൊക്കെ ഹൃദയം കൊണ്ട് ഈ നിമിഷം ക്ഷമിക്കുന്നു. ഇതാ അവർക്കെല്ലാം വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 സ്നേഹമുള്ളോരെന്നു കരുതി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. സ്നേഹമുള്ളോരെന്നു കരുതി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. അന്നെന്നെ തകർക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തെനിക്കേകൂ. അവർക്കു ഞാൻ നന്മ നേരുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ കർത്താവേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, ഹൃദയം കൊണ്ട് വിളിച്ച്, നീ മാത്രമൻ സഹായം. കർത്താവേ, യേശുവേ, യേശുവേ, നീ മാത്രമൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമൻ സഹായം. നീ മാത്രമൻ സഹായം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. മക്കളെ, നല്ല തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ച് ഈ ദിവസക്കാലം നിശ്ചയമായിട്ടും നീ അനുഗ്രഹിക്കപ്പെടും. ഉറപ്പാണ് മോളെ, നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. മോനെ, നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. ക്ഷമിക്കാൻ തീരുമാനമെടുക്കുന്ന ജീവിതങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞ ജീവിതങ്ങളാണ്. ഈ ദിവസക്കാലം ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിന്നിലേക്ക് മോനെ കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ്. വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് സ്വർഗം നിന്നെ ഈ നിമിഷങ്ങളിൽ കൈപിടിച്ചുയർത്തുന്നത്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, ക്ഷമിക്കാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു. സ്നേഹിക്കാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശത്രുക്കളുടെ ഉള്ളിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ശത്രുതയുടെ മതിലുകളെ നീ തകർത്തതിന് കർത്താവേ നന്ദി പറയുന്നു എന്ന് പറ. ഈശോയെ, എല്ലാവരെയും നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, അവസാന ശ്വാസത്തോളം എല്ലാവരെയും സ്നേഹിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ പോലും ചിന്തകളിൽ പോലും ഒരു വെറുപ്പോ വിദ്വേഷമൊന്നും
തുടരാതിരിക്കാൻ തക്ക വിധത്തിൽ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഇതാ ദിവികാരുണ്യ ഈശോ മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. യേശുവിന്റെ സുഖപ്പെടുത്തുന്ന കരം നിങ്ങളെ വീണ്ടെടുക്കുന്ന സമയമാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അത്ഭുതകരമായ ശാരീരികമായ സൗഖ്യങ്ങൾ പോലും ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന.